നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്, ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും മനസ്സ് എപ്പോഴും അലഞ്ഞു തിരികെയാണ്. ശ്രദ്ധ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഉറപ്പിച്ചു നിർത്താൻ ഇതാ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അത്ഭുത വഴികൾ. നിങ്ങളുടെ വരും ദിവസങ്ങളിലെ പ്രകടനം റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ ഈ അത്യാധുനിക ടെക്നിക്കുകളും പ്രകൃതിദത്ത മാർഗങ്ങളും സഹായിക്കും. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്ലോമോഡോറ സാങ്കേതികവിദ്യ ശീലമാക്കുക. ഫ്ലോമോഡോറോ എന്നത് നിങ്ങളുടെ സ്വാഭാവിക ശ്രദ്ധയ്ക്കനുസരിച്ച് സമയം ക്രമീകരിക്കുന്ന ഒരു രീതിയാണ്. ഇതിനായി ആദ്യം ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് ശ്രദ്ധ മാറുന്നവരെ, ഉദാഹരണത്തിന് 50 മിനിറ്റ് പൂർണ്ണമായി ജോലിയിലോ പഠനത്തിലോ മുഴുകുക. തുടർന്ന് നിങ്ങൾ ജോലി ചെയ്ത ആകെ സമയത്തിൻ്റെ 1/5 ഭാഗം, അതായത് 50 മിനിറ്റിന് 10 മിനിറ്റ് വിശ്രമവേളയായി എടുക്കുക. ഈ രീതി ആവർത്തിക്കുന്നത് വഴി ഏകാഗ്രതയും ഉൽപാദനക്ഷമയും വർദ്ധിപ്പിക്കാം. ഫോൺ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായി ഓഫ് ചെയ്യുക. ജോലിയിലോ പഠനത്തിലോ ഏകാഗ്രത തടസ്സപ്പെടുത്തുന്ന പ്രധാന വില്ലനായ ഡിജിറ്റൽ ശബ്ദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. മേശപ്പുറം 5S രീതിയിൽ വൃത്തിയാക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് അനാവശ്യ വസ്തുക്കൾ മാറ്റുന്നത് വഴി ശ്രദ്ധ തിരിയുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. മേശപ്പുറം വൃത്തിയാക്കാൻ 5S രീതി 5 ലളിതമായ ഘട്ടങ്ങൾ നിർദ്ദേശിക്കുന്നു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി തരംതിരിക്കുക. സോർട്ട് ഇറ്റ് ഔട്ട്. അത്യാവശ്യ സാധനങ്ങൾ എളുപ്പത്തിലെടുക്കാൻ പാകത്തിൽ അടുക്കി വെക്കുക. സെറ്റ് ഇൻ ഓർഡർ. മേശയും പരിസരവും നന്നായി തുടച്ച് വൃത്തിയാക്കുക. ഈ വൃത്തി എന്നും തുടരാൻ ഒരു നിശ്ചിത ക്രമം ഉണ്ടാക്കുക. അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഒടുവിൽ ഈ ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിർത്തുക. റൂം താപനില 22 ഡിഗ്രിയിൽ നിലനിർത്തുക. കഠിനമായ ചൂടും തണുപ്പും ഏകാഗ്രത നശിപ്പിക്കും. മിതമായ താപനില ദീർഘനേരം ശ്രദ്ധിച്ചിരിക്കാൻ സഹായിക്കും. ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ഓപ്ഷൻ ഉപയോഗിക്കുക. ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം കാരണം കണ്ണിനുണ്ടാകുന്ന ആയാസവും ശ്രദ്ധക്കുറവും പരിഹരിക്കുക. ഒരു നിശ്ചിത ജോലി സ്ഥലം മാത്രം ഉപയോഗിക്കുക. ഒരു പ്രത്യേക കസേരയും മേശയും പഠനത്തിന് അല്ലെങ്കിൽ ജോലിക്ക് മാത്രമായി മാറ്റിവെക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തലച്ചോറിനെ പ്രേരിപ്പിക്കും. ജോലി അല്ലെങ്കിൽ പഠന സമയത്ത് സോഷ്യൽ മീഡിയ വേണ്ട. ശ്രദ്ധ തിരിക്കുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകൾ, ആപ്പുകൾ ജോലി സമയത്ത് താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തു വയ്ക്കുക. ഹെഡ്ഫോണുകൾ ധരിച്ച് ജോലി ചെയ്യുക. പാട്ട് വെച്ചില്ലെങ്കിലും ഹെഡ്ഫോൺ ധരിക്കുന്നത് ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താനും മറ്റുള്ളവർ ശല്യപ്പെടുത്താതിരിക്കാനും സഹായിക്കും. മൾട്ടി ടാസ്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കുക. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തി ഒരു സമയം ഒരു ജോലിയിൽ മാത്രം മനസ്സ് അർപ്പിക്കുക. ടൈം ബ്ലോക്കിംഗ് രീതി നടപ്പിലാക്കുക. ദിവസത്തെ ഓരോ മണിക്കൂറിലും ചെയ്യേണ്ട ശ്രദ്ധാകേന്ദ്രമായ ജോലികൾ മുൻകൂട്ടി നിശ്ചയിച്ച് കലണ്ടറിൽ രേഖപ്പെടുത്തുക. ബൈനറൽ ബീറ്റ് സംഗീതം കേൾക്കുക. ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്ന പ്രത്യേക ഫ്രീക്വൻസി ശബ്ദങ്ങൾ ഹെഡ്ഫോണിലൂടെ പശ്ചാത്തലത്തിൽ കേൾക്കുക. ബ്രൗൺ നോയ്സ് പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുക. വെള്ളച്ചാട്ടത്തിൻ്റെയോ കാറ്റിൻ്റെയോ തുടർച്ചയായ ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധ തിരിയുന്ന പ്രവണത ഇല്ലാതാക്കും. വൈറ്റ് നോയ്സ് ആപ്പുകൾ ഉപയോഗിക്കുക. ചുറ്റുമുള്ള പെട്ടെന്നുള്ള ഇതര ശബ്ദങ്ങൾ മറയ്ക്കുവാനും ശാന്തമായി ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനും ഇത് സഹായിക്കും. ഇന്ത്യൻ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ സംഗീതം കേൾക്കുക. മൃദംഗം അല്ലെങ്കിൽ ഫ്ലൂട്ട് നാദങ്ങളിലെ ആവർത്തന താളങ്ങൾ തലച്ചോറിന് ഒരു പ്രത്യേക ശ്രദ്ധാ തലത്തിലേക്ക് നയിക്കും. ഇയർ പ്ലഗുകൾ ഉപയോഗിക്കുക. കഠിനമായ ശ്രദ്ധ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ചുറ്റുമുള്ള സംഭാഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായ നിശബ്ദത ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ബോക്സ് ബ്രീത്തിങ് ചെയ്യുക. 4 സെക്കൻഡ് ശ്വാസമെടുക്കുക, 4 സെക്കൻഡ് ശ്വാസം നിർത്തുക, 4 സെക്കൻഡ് പുറത്തു വിടുക എന്ന രീതിയിലൂടെ മനസ്സിൻ്റെ ചഞ്ചലത മാറ്റി ഏകാഗ്രത തിരികെ കൊണ്ടുവരിക. ത്രാടക ധ്യാനം ശീലമാക്കുക. ഒരു നിശ്ചയ ബിന്ദുവിലേക്കോ മെഴുകുതിരി നാളത്തിലേക്കോ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുന്നത് വഴി കാഴ്ചാപരമായ ഫോക്കസ് വർദ്ധിപ്പിക്കുക. NSDR പരിശീലിപ്പിക്കുക. നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് എന്ന ശാസ്ത്രീയ വിശ്രമ മുറയിലൂടെ കടുത്ത മാനസിക തളർച്ച മാറ്റി ശ്രദ്ധ കൂട്ടുക. ശാന്തമായ ഒരിടത്ത് മലർന്നു കിടന്ന് കണ്ണുകളടച്ച്
ശ്വാസോച്ഛ്വാസത്തിനും ശരീരഭാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പേശികൾ അയച്ചുവിട്ടാണ് ഇത് പരിശീലിക്കുന്നത്. കേവലം 10-30 മിനിറ്റ് കൊണ്ട് കടുത്ത ക്ഷീണവും മാനസിക സമ്മർദ്ദവും അകറ്റി ഉന്മേഷവും ഏകാഗ്രതയും വീണ്ടെടുക്കാൻ ഈ ലളിതമായ മാർഗം സഹായിക്കുന്നു. വൃഷാസനം പതിവായി ചെയ്യുക. ഒരു കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഈ യോഗാസനം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നിശ്ചലമാക്കാൻ സഹായിക്കും. ഗരുഡാസനം പരിശീലിക്കുക. സങ്കീർണമായ ശാരീരിക ബാലൻസിങ് ആവശ്യമുള്ള ഈ ആസനം വഴി ചിന്തകൾ വ്യതിചലിക്കുന്നത് പൂർണ്ണമായി തടയുക. ഒരു കാലിൽ കണ്ണടച്ചു നിൽക്കാൻ ശ്രമിക്കുക. ദിവസം 2 മിനിറ്റ് ഇത് ചെയ്യുന്നത് തലച്ചോറിലെ ഫോക്കസ് സെന്ററുകളെ പെട്ടെന്ന് ഉണർത്താൻ സഹായിക്കും. സ്ട്രെസ് ബോൾ അല്ലെങ്കിൽ ഫിഡ്ജറ്റ് ടൂൾ ഉപയോഗിക്കുക. അനാവശ്യമായ ശാരീരിക അസ്വസ്ഥതകളും ഹൈപ്പർ ആക്ടിവിറ്റിയും കുറച്ച് ശ്രദ്ധ നിലനിർത്താൻ വിരലുകൾ കൊണ്ട് സ്ട്രെസ് ബോൾ അമർത്തുക. ഫിഡ്ജറ്റ് ടൂളുകൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കുന്ന ചെറിയ ഉപകരണങ്ങളാണ്. അനാവശ്യമായ കൈചലനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇവ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ജോലിയിലോ പഠനത്തിലോ നിലനിർത്താൻ ടൂളുകളിലേക്ക് നോക്കാതെ കൈകൾ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഫിംഗർ ടാപ്പിംഗ് വ്യായാമം ചെയ്യുക. തള്ളവിരലിലേക്ക് മറ്റു 4 വിരലുകൾ ക്രമമായി വേഗത്തിൽ മുട്ടിക്കുന്നത് വഴി തലച്ചോറിന്റെ കൊഗ്നിറ്റീവ് കൺട്രോൾ കൂട്ടുക. മൈൻഡ്ഫുൾ വാക്കിംഗ് ശീലിക്കുക. ഓരോ ചുവടിലും പാദങ്ങളുടെ സ്പർശനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ സാവധാനം നടക്കുക. സൂര്യഭേദന പ്രാണായാമം ചെയ്യുക. വലതുമൂക്കിലൂടെ മാത്രം ശ്വാസമെടുക്കുന്നത് വഴി ശരീരത്തിലെയും തലച്ചോറിലെയും ഉന്മേഷവും ജാഗ്രതയും പെട്ടെന്ന് വർദ്ധിപ്പിക്കുക. ആഴത്തിലുള്ള വയറുശ്വസനം, അതായത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യുക. വയറ് വീർപ്പിച്ച് ശ്വാസം എടുക്കുന്നത് വഴി തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിച്ച് മന്ദത മാറ്റുക. 20-20-20 നിയമം കർശനമായി പാലിക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കി കണ്ണിന്റെയും മനസ്സിന്റെയും ആയാസം കുറയ്ക്കുക. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. വാഗസ് നടിയെ ഉത്തേജിപ്പിച്ച് പെട്ടെന്ന് ഉണ്ടാകുന്ന ഉറക്കച്ചടവും ശ്രദ്ധക്കുറവും ഇല്ലാതാക്കുക. ഘടികാര സൂചി വ്യായാമം ചെയ്യുക. ഒരു അനലോഗ് ക്ലോക്കിലെ സെക്കൻഡ് സൂചി ചലിക്കുന്നത് മറ്റു ചിന്തകളില്ലാതെ 2 മിനിറ്റ് നോക്കിയിരിക്കുക. ഒരു ബിന്ദുവിലേക്ക് കണ്ണുറപ്പിച്ച് നിർത്തുക. ചുവരിലെ ചെറിയൊരു അടയാളത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ച് ശ്രദ്ധ തിരിച്ചുവിടുന്ന ബാഹ്യഘടകങ്ങളെ പ്രതിരോധിക്കുക. ചിന്തകൾ എഴുതിത്തള്ളുക. ബ്രെയിൻ ഡംപ്. പഠനത്തിന് മുമ്പ് മനസ്സിലേക്ക് വരുന്ന എല്ലാ ആശങ്കകളും ഒരു പേപ്പറിൽ എഴുതി മനസ്സ് ശൂന്യമാക്കുക. വറി ടൈം ഷെഡ്യൂൾ ചെയ്യുക. അനാവശ്യ ചിന്തകൾ വരുമ്പോൾ അവ ആലോചിക്കാൻ മാത്രമായി വൈകുന്നേരം 15 മിനിറ്റ് മാറ്റിവെച്ച് ജോലി സമയം സുരക്ഷിതമാക്കുക. സ്വയം ഉച്ചത്തിൽ സംസാരിക്കുക, അതായത് സെൽഫ് ടോക്ക്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് സ്വയം പറഞ്ഞുറപ്പിക്കുന്നതിലൂടെ ശ്രദ്ധ പാളിപ്പോകുന്നത് തടയുക. ലക്ഷ്യങ്ങൾ ടാസ്ക് ലിസ്റ്റുകളുമായി വിഭജിക്കുക. വലിയ ജോലികളെ ചെറിയ മൈക്രോ സ്റ്റെപ്പുകളാക്കുന്നത് വഴി ബോറടി ഒഴിവാക്കി ഫോക്കസ് നിലനിർത്തുക. ചെയ്യേണ്ട കാര്യം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ജോലി കൃത്യതയോടെ തീർക്കുന്നത് മനസ്സിൽ കാണുന്നത് വഴി വഴിതെറ്റിപ്പോകാതെ ശ്രദ്ധിക്കാം. 5 സെക്കൻഡ് നിയമം ഉപയോഗിക്കുക. ഒരു ജോലി ചെയ്യാൻ മടി തോന്നുമ്പോൾ 5, 4, 3, 2, 1 എന്ന് എണ്ണി പെട്ടെന്ന് ആ ജോലിയിലേക്ക് പ്രവേശിക്കും. മനസ്സിലക്കങ്ങൾ എണ്ണുക. 100-ൽ നിന്ന് 7 വീതം കുറച്ച് പിന്നോട്ട് എണ്ണുന്നത് 100, 93, 86 ശ്രദ്ധ തിരിച്ചു പിടിക്കാനുള്ള ഉത്തമ മാർഗമാണ്. വായനയിൽ വിരൽ അല്ലെങ്കിൽ പേന കൊണ്ട് അടയാളപ്പെടുത്തുക. പേജിലൂടെ പേന ചലിപ്പിച്ച് വായിക്കുന്നത് വരികൾക്കിടയിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നത് തടയും. പഠനത്തിനിടയിൽ 5 മിനിറ്റ് സ്ട്രെച്ചിങ് ചെയ്യുക. ഒരേ ഇരിപ്പ് ഇരിക്കാതെ പേശികൾ വലിക്കുന്നത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടി ഏകാഗ്രത നിലനിർത്തും. നെഗറ്റീവ് ചിന്തകളെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുക. മനസ്സിലേക്ക് അനാവശ്യ ചിന്തകൾ കടന്നു വരുമ്പോൾ സ്റ്റോപ്പ് എന്ന് ഉച്ചത്തിൽ വിചാരിച്ച് ശ്രദ്ധ തിരികെ കൊണ്ടുവരിക. രാവിലെ എഴുന്നേറ്റ ഉടൻ വെയിൽ കൊള്ളുക. രാവിലെ സൂര്യപ്രകാശം ഏൽക്കുന്നത് പകൽ സമയത്തെ ജാഗ്രതയും ശ്രദ്ധയും പരമാവധിയാക്കും. ആരോഗ്യകരമായ ഉറക്ക സമയം നിശ്ചയിക്കുക. ദിവസം ഒരേ സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് സർക്കാഡിയൻ റിതം കൃത്യമായി പകൽ സമയത്തെ ശ്രദ്ധ കൂട്ടും. ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കുക. ശരീരത്തിൽ നേരിയ തോതിൽ
ജലാംശം കുറഞ്ഞാൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ഗണ്യമായി കുറയും. ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നത് ചിന്തകളുടെ അമിതഭാരം കുറയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം കഫീൻ ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായയോ കാപ്പിയോ കുടിക്കുന്നത് രാത്രി ഉറക്കത്തെ ബാധിക്കുകയും അടുത്ത ദിവസത്തെ ശ്രദ്ധ നശിപ്പിക്കുകയും ചെയ്യും. റോസ്മേരി ഓയിൽ മണപ്പിക്കുക. ഈ സുഗന്ധം ശ്വസിക്കുന്നത് തലച്ചോറിലെ കോഗ്നിറ്റീവ് പെർഫോമൻസും ശ്രദ്ധാശൈലിയും മെച്ചപ്പെടുത്തും. പുതിന ഇല ചായ കുടിക്കുക. പെപ്പർമിന്റ് ചായയിലെ ഘടകങ്ങൾ തലച്ചോറിനെ സജീവമാക്കുകയും ഏകാഗ്രത തൽക്ഷണം കൂട്ടുകയും ചെയ്യും. നാരങ്ങ വെള്ളം കുടിക്കുക. നാരങ്ങയുടെ പുളിപ്പും മണവും മന്ദതകത്തി മനസ്സിനെ ഉണർത്താൻ സഹായിക്കും. യുക്കാലിപ്റ്റസ് ഓയിൽ ഡിഫ്യൂസർ ഉപയോഗിക്കുക. ശ്വസനം സുഗമമാക്കുന്നതിലൂടെ തലച്ചോറിലേക്ക് കൃത്യമായി ഓക്സിജൻ എത്തിച്ചു ശ്രദ്ധ വർദ്ധിപ്പിക്കുക. പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ മുറിയിൽ 20 മുതൽ 30 മിനിറ്റ് മാത്രം ഇത് ഡിഫ്യൂസ് ചെയ്യുക. ദീർഘനേരം ഉപയോഗിക്കുന്നത് തലവേദനയ്ക്ക് കാരണമായേക്കാം. ബ്രഹ്മിനീര് പതിവായി കുടിക്കുക. കേരളത്തിൽ സുലഭമായ ബ്രഹ്മി ദിവസം കഴിക്കുന്നത് ചിന്തകളിലെ അവ്യക്തത മാറ്റി മാനസിക ഉന്മേഷവും ശ്രദ്ധയും നൽകും. ശംഖുപുഷ്പച്ചായ ദിവസം കുടിക്കുക. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ മാനസിക സമ്മർദ്ദം മൂലമുണ്ടാക്കുന്ന ശ്രദ്ധക്കുറവ് പരിഹരിക്കും. തിളച്ച വെള്ളത്തിൽ ശംഖുപുഷ്പമിട്ട് അല്പം തേനോ നാരങ്ങ നീരോ ചേർത്ത് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. മുത്തിളില തോരൻ കഴിക്കുക. നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധ ഉറപ്പിച്ച് നിലനിർത്താനും ഇത് സഹായിക്കും. ഇല അധികം വെന്തുപോകാതെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിലെ പോഷകങ്ങൾ പൂർണ്ണമായി ശരീരത്തിന് ലഭിക്കൂ. നെല്ലിക്ക ദിവസവും കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക തലച്ചോറിലെ കോശങ്ങളുടെ ക്ഷീണം, മെന്റൽ ഫെറ്റിക് മാറ്റാൻ ഉത്തമമാണ്. ചെറുപയറും മുതിരയും മുളപ്പിച്ച് കഴിക്കുക. ശരീരത്തിന് സ്ഥിരമായി ഗ്ലൂക്കോസ് നൽകുന്നത് വഴി പെട്ടെന്ന് വിശപ്പും ശ്രദ്ധക്കുറവും ഉണ്ടാകുന്നത് തടയുന്നു. ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിക്കുക. നാഡീ സിഗ്നലുകളുടെ വേഗത കൂട്ടാനും ദീർഘനേരം ഫോക്കസ് നിലനിർത്താനും ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിൽ നെയ്യ് ഉൾപ്പെടുത്തുക. കുരുമുളക് ചവച്ചരച്ച് കഴിക്കുക. ഇതിലെ പെപ്രിൻ എന്ന ഘടകം ശ്രദ്ധ നിയന്ത്രിക്കുന്ന ഡോപ്പമിൻ ഹോർമോണിന്റെ അളവ് സമതുല്യമാക്കും. ഈന്തപ്പഴം ലഘുഭക്ഷണമാക്കുക. തലച്ചോറിനും തളർച്ചയില്ലാത്ത ഊർജം നൽകി ശ്രദ്ധ വ്യതിചലിക്കുന്നത് തടയാൻ ഇതിലെ പ്രകൃതിദത്ത പഞ്ചസാര സഹായിക്കും. തൈര് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ശ്രദ്ധാകുറവും മാനസിക അസ്വസ്ഥതകളും ഇല്ലാതാക്കാം. പാലക് ചീരയും തക്കാളിയും കഴിക്കുക. ഇവയിലെ ലൂട്ടിൻ എന്ന ഘടകം തലച്ചോറിന്റെ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയും ഫോക്കസും നിലനിർത്തും. കശുവണ്ടിയും വറുത്ത കടലയും കഴിക്കുക. സിങ്ക്, ടൈറോസിൻ എന്നിവ അടങ്ങിയ ഇവ ശ്രദ്ധ കൂട്ടാൻ ആവശ്യമായ ന്യൂറോ ട്രാൻസ്മിറ്റുകളെ ഉത്തേജിപ്പിക്കും. മത്തി, അയല തുടങ്ങിയ മീനുകൾ കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഇവ ശ്രദ്ധക്കുറവ് പൂർണ്ണമായും പരിഹരിക്കാൻ സഹായിക്കും. അശ്വഗന്ധം, അമുക്കരം പാലിൽ ചേർത്ത് കുടിക്കുക. കോർട്ടിസോൾ ഹോർമോൺ കുറച്ച് മനസ്സെപ്പോഴും അലഞ്ഞു തിരിയുന്ന പ്രവണത മാറ്റുക. മഗ്നീഷ്യം എൽത്രിയോണേറ്റ് സപ്ലിമെന്റ് കഴിക്കുക. പ്രീഫോണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ഉയർന്ന തലത്തിലുള്ള ഏകാഗ്രത നൽകാൻ ഇത് സഹായിക്കും. എൽതേനൻ സപ്ലിമെന്റ് ഉപയോഗിക്കുക. അമിത ഉത്കണ്ഠ ഒഴിവാക്കി അതേസമയം ഉയർന്ന ജാഗ്രതയോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. വൈറ്റമിൻ D3 അളവ് പരിശോധിക്കുക. വൈറ്റമിൻ D3 ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗ് അഥവാ ശ്രദ്ധാശൂന്യത സപ്ലിമെന്റുകളിലൂടെ മാറ്റുക. സിങ്ക് അടങ്ങിയ മത്തങ്ങ വിത്തുകൾ കഴിക്കുക. മസ്തിഷ്ക സിഗ്നലുകൾ കൃത്യതയോടെ കൈമാറാനും ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാനും സിങ്ക് സഹായിക്കുന്നു. ജപ്പാനിലെ ഷിൻജിനിയോക്കു രീതി പരീക്ഷിക്കുക. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിലൂടെ തലച്ചോറിന്റെ തളർന്ന ശ്രദ്ധാശേഷി അറ്റൻഷൻ റെസ്റ്റോറേഷൻ വീണ്ടെടുക്കുക. ഏകാഗ്രത കൂട്ടാനായി ഷിൻജിനിയോക്കു ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ച് മരങ്ങളുള്ള ഒരു ശാന്തമായ പാർക്കോ കാടോ തിരഞ്ഞെടുക്കുക. ഇതൊരു വ്യായാമ നടത്തമല്ല, മറിച്ച് വളരെ പതുക്കെ നടക്കുകയോ
ഒരിടത്തിരിക്കുകയോ ചെയ്തുകൊണ്ട് പഞ്ചേന്ദ്രങ്ങളിലൂടെ പ്രകൃതിയെ അനുഭവിക്കുന്ന രീതിയാണ്. മരങ്ങളുടെ പച്ചപ്പ് കാണുക, പക്ഷികളുടെ ശബ്ദം കേൾക്കുക, മണ്ണിന്റെ മണം ആസ്വദിക്കുക, കാറ്റിനെ തൊട്ടറിയുക എന്നിവയിലൂടെയും ആഴത്തിൽ ദീർഘശ്വാസം എടുക്കുന്നതിലൂടെയും തലച്ചോറിലെ ചിന്തകൾ ശാന്തമാകുകയും ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നു. സ്വീഡിഷ് ഫിക്ക ശൈലി പിന്തുടരുക. കൃത്യമായ ഇടവേളകളിൽ ബോധപൂർവം ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നത് വഴി ശ്രദ്ധയുടെ തീവ്രത കൂട്ടുക. ഫോണും ജോലിയും 15 മുതൽ 20 മിനിറ്റ് പൂർണ്ണമായി മാറ്റിവെച്ച് ഒരു കപ്പ് ചായയോടോ കാപ്പിയോടോ ഒപ്പം ബിസ്ക്കറ്റ് പോലുള്ള ലളിതമായ പലഹാരങ്ങൾ ആസ്വദിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ഒറ്റയ്ക്കോ സഹപ്രവർത്തകർക്കൊപ്പമോ ഇത്തരത്തിൽ മനസ്സിന് ഒരു റീസ്റ്റാർട്ട് നൽകുന്നത് ക്രിയാത്മകത കൂട്ടാനും ദീർഘനേരം ചിന്തകളെ കൃത്യമായി കേന്ദ്രീകരിക്കാനും സഹായിക്കും. ഫ്രഞ്ച് രീതിയിലുള്ള മോണോ ടാസ്കിംഗ് ഭക്ഷണ രീതി പിന്തുടരുക. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീനുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് വഴി ഫോക്കസ് ചെയ്യാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. ജപ്പാനിലെ പോയിന്റിംഗ് ആൻഡ് കോളിംഗ് രീതി പരീക്ഷിക്കുക. പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അത് ഉറക്കെ വായിക്കുക. അല്ലെങ്കിൽ പറയുന്നത് വഴി തെറ്റുകളില്ലാതെ പൂർണ്ണ ഏകാഗ്രത നിലനിർത്തുക. സുഹൃത്തുക്കളെ, ഒരു കാര്യത്തിൽ മാത്രം മനസ്സർപ്പിച്ചിട്ട് മുന്നേറ്റം എന്നത് ഇന്നത്തെ കാലത്ത് ഒരു സൂപ്പർ പവർ തന്നെയാണ്. ഈ പറഞ്ഞ 70 വഴികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതശൈലിക്ക് ഇണങ്ങുന്ന ഏതാനും ചില കാര്യങ്ങൾ ഇന്നു മുതൽ തന്നെ പ്രാവർത്തികമാക്കുക. അനാവശ്യ ചിന്തകളെ മാറ്റി നിർത്തി ജീവിത വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടാൻ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നന്ദി.